ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ വീക്കെൻഡ് എന്തായിരുന്നു പരിപാടി? ഞങ്ങളുടെ വീക്കെൻഡ്സ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അഞ്ചേരിയിലായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലായിരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അഞ്ചേരിച്ചിറ യൂണിറ്റിൻ്റെ ഈ തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 50ാമത്തെ സൗജന്യ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ സഫയർ ഹോട്ടലുണ്ടല്ലോ, സഫയർ ഹോട്ടലിലേക്ക് പോയിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ സഫയർ ഹോട്ടലിലൊക്കെ പോയിട്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളായി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെ പോയിട്ട്. അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ നേരെ വീണ്ടും അഞ്ചേരിയിലേക്ക് വന്നു. അഞ്ചേരി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് കുട്ടനല്ലൂർ കേട്ടോ. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് മാളിൽ ജസ്റ്റ് പോയപ്പോൾ ഒന്ന് ജസ്റ്റ് പോയി ഫുഡ് അടിച്ചിട്ട് വന്നു. പിന്നെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയായിരുന്നു, വേഗം പോയി വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ന് ഫുള്ളായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ മാമാവത്തിൻ്റെ ഇതുണ്ട്. പിന്നെ നേരെ ചെല്ലുമ്പോൾ തന്നെ ലുലു ഡെയിലി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലുലുവിൽ നമ്മൾ ഈ ലുലുവിൽ പോയിട്ടില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടുത്തെ എന്തൊക്കെയാണ് ഓഫേഴ്സും കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് റംസാൻ ഓഫറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ കുറച്ച് ഡേറ്റ്സിനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ സൂക്ഷിച്ചെടുത്താൽ നിങ്ങൾക്ക് ഓഫറായിട്ട് നന്നായിട്ട് കിട്ടും. പിന്നെ നേരെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ചോക്ലേറ്റ്സും, അത് നോർമലി എല്ലാ ലുലുവിലും എനിക്ക് തോന്നുന്നു സെയിം പോലെ തന്നെയാണ്. പിന്നെ ഇത് അത്ര വലുതല്ല കേട്ടോ, കൊച്ചിയിലത്തെയും ഫോറം മാളിലത്തെയും പോലെ അത്ര വലുതല്ല, അത്യാവശ്യം ചെറുതാണ്. അതിൻ്റെ അത്ര വലുപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് പിന്നെ നമുക്ക് അത്ര പരിചയമില്ലല്ലോ, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ കയറി ഇവിടെയൊക്കെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഡേറ്റ്സിനൊക്കെ കുറേ 2-3 ടൈപ്സ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്ട്രോബെറിക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അധികം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പോയില്ല. പിന്നെ എന്തൊക്കെയോ കേക്ക്സിനും അങ്ങനെയൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്പിൾ നോർമലി ഇപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് ഇതിനൊന്നും അത്ര ഓഫറും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. ആപ്പിൾസിനൊക്കെ എന്തോ ഈ നമ്മുടെ പേരക്കായ്ക്ക് കുറച്ച് എന്തോ ഓഫർ കണ്ടായിരുന്നു. വേറെ പൊതുവേ അല്ലെങ്കിൽ ചെറിയ ഓറഞ്ചും അങ്ങനത്തെയൊക്കെ ചെറിയ ഓഫേഴ്സൊക്കെ കാണാറുണ്ട്. ഈ ടൈമിൽ എനിക്ക് ഈ ഒരു ഓറഞ്ചിന് 99, അത് കുറച്ച് നാളായി ഈ ഒരു ഓറഞ്ചിന് 99 തന്നെയായിട്ട്. അപ്പോൾ അത് ഞാൻ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടും അധികം ഓഫേഴ്സും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫോറം മാളിലും ഇപ്പോൾ ചായ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. മറ്റേ ഇപ്പോൾ മെയിൻ കൊച്ചിയിലത്തെ ലുലുവിൽ എനിക്കറിയില്ല അതുണ്ടോയെന്ന്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പം മറ്റിടത്ത് ഫോറം മാളിൽ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, ചായയൊക്കെ കുടിക്കാൻ പറ്റില്ല. ഇവിടെ അതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറേ സെറ്റാഫിൽസിൻ്റെ ഒക്കെ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഞാൻ നോക്കാത്തതാണോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ നേരെ തന്നെ വെച്ചിട്ടുണ്ടോണ്ട് അത് കണ്ടു. പിന്നെ നൈക്കയുടെ ഉണ്ട്, പേർപ്പിളിൻ്റെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇന്ന് എന്തോ ഫസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മെറ്റീരിയലിൻ്റെ റേറ്റ്സ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പോട്ട്സൊക്കെ ആയിട്ട് നല്ല ചെടി അടക്കമുള്ളത്. അതിന് ഈ ഒരു ഇത് എനിക്ക് 250, 350 ഒക്കെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട്. പിന്നെ എന്തൊക്കെയോ കുറേ ഔഷധത്തിൻ്റെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കുറേ വീട്ടിലേക്ക് വെക്കാനുള്ള കുറേ എന്താ പറയുക ഫ്ലവർ വേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് റീസണബിളായിട്ട് തോന്നിയിട്ട് 100 രൂപ തൊട്ട് നമ്മുടെ പോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ബ്രൊമോളിലുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലത്തെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടോ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റുക. അപ്പോൾ അന്ന് 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, സാറ്റർഡേ സൺഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് എന്താ പറയുക 100 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും തന്നെ വാങ്ങിക്കാൻ നിന്നില്ല കേട്ടോ, വേഗം തന്നെ പോന്നു. ജസ്റ്റ് ചുറ്റി കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ജസ്റ്റ് മസാജിങ് ചെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റിൻ്റെ, ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. പിന്നെ ഞങ്ങൾ മറ്റേ മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഷോറൂം ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെയും ഒന്ന് ജസ്റ്റ് കയറി കണ്ടിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഷർട്ട്സും കാര്യങ്ങളും ഞാൻ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ വലിയ ഷോറൂമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു കാണുന്ന വലിപ്പം തന്നെയുള്ളൂ കേട്ടോ. നമ്മൾ വേറെ ഇൻസ്റ്റയിലൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ചുറ്റിക്കറങ്ങി വീണ്ടും വീട്ടിൽ പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഇങ്ങനെയായിരുന്നു കേട്ടോ.